വയനാട്ടിലെ ദുരിതബാധിതരോട് കേരളത്തിലെ ദുരിതബാധിതരോട് ബി ജെ പിക്കാർക്ക് എന്താണ് ഇത്ര വൈരാഗ്യം എന്ന് മനസ്സിലാകുന്നില്ല. ഈ വയനാടിന് വേണ്ടി ഏത് ഫണ്ട് കളക്ഷനോ മറ്റു കാര്യങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ പുനരധിവാസ പ്രവർത്തനങ്ങളോ നടത്തിയാൽ പോലും ഒരു രീതിയിലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരിൽ ഭൂരിഭാഗം പേരും. ഇവരാകട്ടെ വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രശ്നങ്ങളുമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അടക്കം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഡിവൈഎഫ്, അതായത് സംസ്ഥാനത്തെ വിവിധ യുവജന സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കണം, അതിനുവേണ്ടിയുള്ള പാക്കേജുകൾ തേടി ഓരോരുത്തരും അലയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നാനാ രീതിയിലുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്തുകൊണ്ട് വീടായും ഉപജീവന മാർഗമായും വീട്ടുപകരണങ്ങളായും വാടക വീടുകളായും അവരുടെക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, വസ്ത്രങ്ങൾ തുടങ്ങി എല്ലാ സംഭവങ്ങളും നൽകാനുള്ള ഒരു വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം തടയിട്ടുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും എസ് ഡി പി യുടെ നേതൃത്വത്തിലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലും വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലും SKSFൻ്റെ നേതൃത്വത്തിലും എല്ലാം വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിൽ വരുത്തുകയും നടപ്പിലാക്കിക്കൊണ്ട് അതിലേക്കുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയെല്ലാം തടയിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള BJP അനുകൂല കേന്ദ്രങ്ങളും ശ്രമം നടത്തുന്നത്. ഇപ്പോഴത്തെ എറണാകുളം ജില്ലയിലേക്ക് എറണാകുളം ടൗണിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ധനശേഖരണാർത്ഥം ഒരു തട്ടുകട സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഈ തട്ടുകട എങ്ങനെയെങ്കിലും പൂട്ടിക്കാനാണ് BJP നേതാക്കന്മാരുടെ ഗൂഢശ്രമം. അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിലെല്ലാം വലിയ തോതിലുള്ള BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിലെല്ലാം ഈ തട്ടുകടയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന് ആവശ്യമായ ഫണ്ട് കളക്ഷൻ മറ്റും നടത്തുമ്പോഴും എന്താണ് ഇത്ര അസഹിഷ്ണുത? വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു സഹായം എത്തിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വൈഷമ്യം? ഈ നാടിൻ്റെ ഭാഗമായ ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വൈമുഖ്യം? അല്ലെങ്കിൽ നിങ്ങളോ ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്യുന്നതിനെ നിങ്ങൾ എന്തിനാണ് തടയുന്നത്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും നിങ്ങൾ 1 രൂപ കൊടുക്കാൻ തയ്യാറല്ല. അതോടൊപ്പം തന്നെ മറ്റൊരാൾ സന്മനസ്സോടുകൂടി നൽകാൻ തയ്യാറാകുന്ന ആ തുക തടയാൻ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ വ്യഗ്രത കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇത്ര അന്ധമായ രാഷ്ട്രീയ വിരോധം എന്താണ്? ഇതൊന്നും നിങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല? ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ പോലും നിങ്ങൾ സമരത്തിന് പോയിട്ടില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് നിങ്ങളുടെ നേതാക്കന്മാർ. ആ കാലഘട്ടത്തിൽ RSൻ്റെ നേതാക്കന്മാർ പറഞ്ഞ എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കേണ്ടത് നമ്മളല്ല, അത് മറ്റാരെങ്കിലുമൊക്കെ ചെയ്തോളും. ഇതിനെല്ലാം ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ അധികാരം കൈയാളാനും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നടത്താനും നമ്മളുടെ ആവശ്യമാണ്. നമ്മൾക്ക് അതിനുള്ള റോളാണ് ഉള്ളത്. ഞങ്ങൾ ഇതിനൊന്നും പണിയെടുക്കാൻ ഒരുക്കമല്ല, ഞങ്ങളുടെ പണി ഞങ്ങൾ ഷൂനക്കലാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ ഷൂനക്കൽ നടത്തിക്കോളാം എന്നുള്ള ഒരു ലൈനാണ് നിങ്ങളുടെ സമീപനം. DYFI പോലെ പുരോഗമനപരമായ ഒരു നവോത്ഥാന പ്രസ്ഥാനം ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കുരുപൊട്ടുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അന്ധമായ രാഷ്ട്രീയ വിരോധം നിങ്ങളെ കേരളത്തിൻ്റെ കേരളത്തിലെ ജനത അവരുടെ മനസാക്ഷി അല്ലെങ്കിൽ അവരുടെ ആ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കേന്ദ്രത്തിലേക്ക് ഒരു സഹമന്ത്രിയെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റി അവർ നിങ്ങളെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി ജോൺ ബ്രിട്ടാസിന് മുമ്പിലൊക്കെ നാറി നനഞ്ഞിരിക്കുന്നത് ഞങ്ങളെല്ലാം വാർത്താ ചാനലുകളിലൂടെയും പാർലമെൻറ്റിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലൂടെയും ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ എന്തൊക്കെ വിടുവായത്തങ്ങളാണ് നിങ്ങൾ ഓരോ ഘട്ടത്തിലും പറയുന്നത്? നിങ്ങളിത് നടപടിയാകുന്ന കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ പറയുന്നത്. ബഡ്ജറ്റിൽ ഒരു കാര്യത്തെ കേരളത്തിന് ഒരു നയാ പൈസയുടെ പാക്കേജ് പോലും അല്ല, കേരളം എന്നൊരു വാക്ക് പോലും ഉൾപ്പെടുത്താതെ നിങ്ങൾ ആ ജനതയെ മൊത്തം വഞ്ചിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നിങ്ങൾ ഈ ഘട്ടത്തിലും കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തികൾ ഓരോ ദിവസവും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ശാപമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഉപദ്രവിക്കാതെ വെറുതെ വിടൂ. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ പാക്കേജുകൾ നടപ്പിലാക്കിക്കൊണ്ടോ കേന്ദ്രം നേരിട്ട് ഇറക്കി തന്നതുകൊണ്ടോ നിങ്ങൾക്ക് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അത്തരത്തിൽ ചെയ്തോളൂ. അന്നാറക്കണ്ണനും തന്നാലാവുന്നതെന്ന തരത്തിൽ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കിതൊന്നും കഴിയുന്നില്ല. നിങ്ങൾ ആ വയനാട്ടിലേക്ക് ഒന്നുകൂടി നോക്കൂ. അവിടെ നടക്കുന്ന
ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അവിടെ ഇപ്പോഴും ചാലിയാറിൻ്റെ ഓരങ്ങളും വനമേഖലയിലും ചിന്നിച്ചെതറി കിടക്കുന്ന സ്വന്തം സഹജീവികളുടെ, സ്വന്തം ആളുകളുടെ ശവശരീരങ്ങളുടെ ഭാഗങ്ങൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പെറുക്കിയെടുക്കുകയാണ്. ഇന്നും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ നോക്കൂ, 14ഓളം ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിന് പോയ 14ഓളം SDPയുടെ വോളണ്ടിയർമാർ വനമേഖലയിൽ കുടുങ്ങിയിരിക്കുന്നു. അവരിപ്പോൾ വളരെ ഇന്നിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടുത്തെ ജനത രാഷ്ട്രീയമോ വർഗീയതയോ ഒന്നും നോക്കാതെ ഇത്തരം ആ ഒരു പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങിയാലും അവരെ പൂർണ്ണതോതിൽ ഉൾക്കൊള്ളുന്നതിനുള്ള മാനസിക വികാസം പ്രാപിച്ചവരാണ് കേരളത്തിലെ ജനത. ഇവർക്കിടയിലേക്ക് വിഷങ്ങൾ കൊയ്തിറക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ശരിയും പാരയായി മാറുകയുള്ളൂ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്.